നമസ്കാരം. സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനെ പ്രഖ്യാപിച്ചതോടെ അടുത്ത എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരായിരിക്കും അടുത്ത ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ എന്നത് തന്നെയാണ്. കുറച്ചധികം നാളുകളായി ഇതേപറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി പേർ ഉയർത്തുന്നുമുണ്ട്. ഇതിനിടയിൽ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ്. ബി.ജെ.പി. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, നിലവിലെ ദേശീയ അധ്യക്ഷനായ ജെ.പി. നദ്ദ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനാൽ തന്നെ ഉടൻ ആരായിരിക്കും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനെന്ന് അറിയാനാകുമെന്നാണ് ഇപ്പോൾ തനിനിറത്തിന് ലഭിക്കുന്ന വിവരം. അതേസമയം ദേശീയ അധ്യക്ഷനൊപ്പം ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാരെ കണ്ടെത്തുമെന്നാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. നിലവിൽ 14 സംസ്ഥാന അധ്യക്ഷന്മാരെയാണ് ബി.ജെ.പി. പുതുതായി നിയോഗിച്ചിരിക്കുന്നത്. ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് മുൻപ് 19 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. ഇത് പൂർത്തിയാകുന്നതോടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുമെന്നാണ് തനിനിറത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം നദ്ദയുടെ പകരക്കാരനായി ആരായിരിക്കും എത്തുകയെന്ന ആകാംക്ഷയും നിലനിൽക്കുകയാണ്. 2020-ലായിരുന്നു ജെ.പി. നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായത്. 3 വർഷമാണ് സാധാരണ ഒരു അധ്യക്ഷന്റെ കാലാവധി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പടക്കം പരിഗണിച്ച് നദ്ദയ്ക്ക് സമയം നീട്ടി നൽകുകയായിരുന്നു. അതേസമയം നദ്ദയ്ക്ക് പകരക്കാരനായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുമോ എന്ന അഭ്യൂഹവും ശക്തമാണ്. കഴിഞ്ഞ ദിവസവും ബി.ജെ.പി. നേതൃത്വവും RSSും നടത്തിയ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ തീരുമാനങ്ങളിൽ RSS വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതുകൊണ്ട് യോഗി എന്ന നിർദ്ദേശത്തിൽ RSS ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. യോഗി അല്ലെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കും. RSSന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ച നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ബി.ജെ.പിയിൽ ചിലർ ഉയർത്തുന്നുണ്ട്. കാരണം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പിടികിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ ഇത് സാധിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ബി.ജെ.പി. എന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന DMK നേതാവ് M.K. സ്റ്റാലിന്റെ വിമർശനങ്ങളെയെല്ലാം ഇതോടുകൂടി മറികടക്കാൻ സഹായിക്കുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിക്ക് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിക്ക് ദേശീയ അധ്യക്ഷന്മാർ ഉണ്ടായിട്ടുണ്ട്. M. വെങ്കയ്യ നായിഡു, ജന കൃഷ്ണമൂർത്തി, ബംഗാര ലക്ഷ്മൺ എന്നിവരാണ് അധ്യക്ഷ പദം വഹിച്ച ദക്ഷിണേന്ത്യൻ നേതാക്കൾ. എന്നാൽ കാര്യമായ ചലനങ്ങൾ ഇവർക്കുണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നാൽ കേന്ദ്രമന്ത്രിയായ G. കിഷൻ റെഡ്ഡിയും വാനതി ശ്രീനിവാസൻ, D. പുരന്തേശ്വരി എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ വന്നേക്കും. അതേസമയം ഒരു വനിതാ നേതാവിനെ അധ്യക്ഷയാക്കി ഞെട്ടിക്കാനുള്ള സാധ്യതയും ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിൽ ആദ്യ വനിതാ അധ്യക്ഷയെ നിയമിക്കുന്നത് വലിയ ബൂസ്റ്റർ ആകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. എന്നാൽ രാജ്യതലസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ നീക്കമെന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും നിരവധി പേർ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ സമാന രീതിയിലുള്ള നീക്കത്തിന് ബി.ജെ.പി. നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാനതി ശ്രീനിവാസനും പുരന്തേശ്വരിയും അങ്ങനെ വന്നാൽ പരിഗണിക്കപ്പെട്ടേക്കും. അതേസമയം പ്രായപരിധി ഇത്തവണ സജീവ ചർച്ചയിലുണ്ട്. പാർട്ടി ഭരണഘടന അനുസരിച്ച് 60 വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കണമെന്നാണ് RSSന്റെ നിർദ്ദേശം. അങ്ങനെ വന്നാൽ മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൗഹാനും മനോഹർ ലാൽ ഖട്ടർ എന്നിവരും പട്ടികയ്ക്ക് പുറത്താകും. കൂടാതെ പുതുതലമുറ മാറ്റത്തിന് ബി.ജെ.പി. തയ്യാറെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യുവ നേതാവിനെ പാർട്ടിയുടെ അമരത്തേക്ക് അവരോധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ബി.ജെ.പിക്ക് വളരെയധികം ഗുണം ചെയ്ത ഒരു പ്രമുഖ നേതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പെൻസ് തന്നെയായിരിക്കും ബി.ജെ.പി. ഒരുക്കി വെച്ചിരിക്കുന്നത്.